കൃഷ്ണ, ഇതെന്താ ചില്ലൊക്കെ തല്ലിപ്പൊട്ടിച്ചതായിട്ടേക്കണ? മിണ്ടരുത്, കുറച്ചും കൂടെ പോയി കൊടുക്കി. അപ്പൊ എല്ലാം ഓർമ്മ വരും നിങ്ങക്ക്. ഈ വീട്ടിൽ പൊട്ടിക്കാനുണ്ടായിരുന്ന ഒരു TV മാത്രമായിരുന്നു, അതും കൂടെ പൊട്ടിച്ചില്ലേ. പിള്ളേരുടെ TV കാഴ്ചയിൽ നിന്ന് സന്തോഷായില്ലേ നിങ്ങക്ക്? എടാ, മക്കൾക്ക് അച്ഛൻ മേടിച്ചേരാണ് പുത്തൻ TV. എനിക്കറിയാം എന്റെ മക്കൾക്ക് എന്ത് വാങ്ങിക്കൊടുക്കണോന്ന്. ഇനി അതിന്റെ പേര് നാടൊരു പോലെ കടം വാങ്ങാനല്ലേ? എന്തായിരുന്നു മാഡം? TV നോക്കാൻ വന്നതായിരുന്നു. EMI ആയിരുന്നോ? റെഡി ആണോ? ഫസ്റ്റ് ഫ്ലോറിലാണ് ലോങ് സെക്ഷൻ, നമുക്ക് അങ്ങോട്ട് പോവാം. മാഡം അങ്ങോട്ടിരിക്കാം. മാഡം ഇതിന് മുന്നേ എന്തെങ്കിലും ലോൺ പെൻഡിങ് വരുത്തിയിട്ടുണ്ടോ? ഇല്ല. ഒരു 2 പെൻഡിങ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. മൊബൈൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചേട്ടൻ കൃത്യമായിട്ട് തന്നെ അടയ്ക്കുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഇല്ല, ഒരു 2 പെൻഡിങ് ഉണ്ട്. അപ്പൊ അത് കാരണം നമുക്കിത് പാസ്സാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ എടുക്കാനായിട്ടൊരു സാധ്യതയില്ല. വേറെ ഏതെങ്കിലും ഐഡിയ ആധാരം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വെച്ച് നോക്കാം. എനിക്ക് വേണ്ട, നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. ശരിയാണ്. എന്താ TV മേടിച്ചാ? TV ഒരു വീട്ടിലെത്തി കേട്ടോ. എന്താ ഉദ്ദേശിച്ചേ? ആ കസ്റ്റമർ പർച്ചേസ് ചെയ്തില്ലേ? സാറേ, അവരുടെ ഹസ്ബൻഡ് ഒരു ലോൺ എടുത്തിട്ട് പെൻഡിങ് ആണ്. അത് അപ്രൂവൽ ആകില്ല. എല്ലാ ഫിനാൻസും ചെക്ക് ചെയ്തായിരുന്നു? എല്ലാം ചെക്ക് ചെയ്തു. TV നമുക്ക് ഓണം കഴിഞ്ഞെടുക്കാം കേട്ടോ പൊന്നെ. ഹായ് ദേയമ്മേ, TV. ദേയമ്മ, ഇതൊരു കത്തല്ലേ? ഇത് നിങ്ങൾക്കുള്ള ഓണ സമ്മാനം, ഏഞ്ചൽ ഏജൻസി. ഹലോ സാർ, ഞാനിപ്പോ ഷോപ്പിൽ വന്നായിരുന്നേ. പറയൂ. ഇവിടെ ഏഞ്ചൽ ഏജൻസിയുടെ TV വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അഡ്രസ് മാറിയാണോ ഇവിടെ വെച്ചത്? ഒരു 3 മാസം മുമ്പ് ഷോപ്പിൽ നിന്ന് TV പർച്ചേസ് ചെയ്തു. നിങ്ങൾക്ക് എന്നാ ഗിഫ്റ്റ് കൂപ്പൺ നറുക്കിവേണ്ടിരുന്നത് ശീതലിന്റെ പേരിലാണ്, അതുകൊണ്ടാണ് അങ്ങോട്ട് അയച്ചത്. അത് ആ കുട്ടികൾക്കായുള്ള ഏഞ്ചലിന്റെ ഓണസമ്മാനാണ്. അപ്പോ ഹാപ്പി ആണോ?